എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇതിന്റെ ഇടയിൽ വെച്ച് പോസ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കണായിരിക്കും നല്ലത്. കാരണം എനിക്ക് ഈ റെക്കോർഡിങ്ങും പിന്നെ ഇപ്പുറത്ത് അപ്ലോഡും ചെയ്യാൻ വെച്ചിട്ടുണ്ട് വീഡിയോ. അപ്പൊ അതും കൂടെ ആയിട്ട് റാം അത്ര ഇല്ല എനിക്ക്, അതുകൊണ്ട് അത് പറ്റണ്ട. അപ്പൊ ഞാൻ ഈ സെക്കൻഡ് കമ്മിറ്റ് ഒന്ന് എന്താ പറയുക, പാർട്ട് 2 കമ്മിറ്റ് എന്ന് പറഞ്ഞിടാണ്. പാർട്ട് 1 ഇത്രയും ചെയ്ത് അതിന്റെ കമ്മിറ്റ്. അപ്പൊ മെയിൻ ആക്ടിവിറ്റിയുടെ ഇത് ഓക്കെയാണ്. ഇപ്പൊ മെയിൻ ആക്ടിവിറ്റിയിൽ നിന്ന് അങ്ങോട്ട് പോകും. ഇനി ഹോമിൽ ഞങ്ങൾക്ക് ലേ ഔട്ട് കുറച്ച് ഫിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് വ്യൂ ഡിലീറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല 4 ബട്ടണാണ് വേണ്ടത്. ഒരെണ്ണം റീഡ്, ക്രിയേറ്റ്, ഡിലീറ്റ്, അപ്ഡേറ്റ്, അങ്ങനെ 4 ബട്ടൺ. അപ്പോൾ ഓരോ ബട്ടണിനും എങ്ങനെ കൊടുക്കാം. ഇതെല്ലാം കൂടെ വേണമെങ്കിൽ ഞങ്ങൾക്ക് മറ്റേ കട്ട് ചെയ്തിട്ട് ഒരു ലീനിയർ ലേ ഔട്ട് വെക്കാം. എന്നിട്ട് ഈ ലീനിയർ ലേ ഔട്ടിന് എന്താ സൈസ് ഇല്ലേ, റാപ്പ് കണ്ടന്റ് കൊടുക്കുക. അപ്പം അതിനുള്ള ഹൈറ്റ് വിഡ്ത്ത് അത്രയും പോവുള്ളൂ. റാപ്പ് കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ ഉള്ള വിഡ്ത്തും അതിൻ്റെ അകത്തുള്ള കണ്ടന്റിന്റെ വിഡ്ത്തും അകത്തുള്ള കണ്ടന്റിന്റെ ഹൈറ്റും എടുക്കുള്ളൂ. എന്നിട്ട് ഇത് വേണമെങ്കിൽ സെൻറ്റർ ആക്കാം, ഹൊറിസോണ്ടലി സെൻറ്റർ, വെർട്ടിക്കലി സെൻറ്റർ ആക്കാം. അപ്പം നമ്മൾ നേരത്തെ എടുത്ത ബട്ടൺ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ വ്യൂവിൽ ആയിട്ടുണ്ട്. ഇനി ഈ വ്യൂവിന് വേണമെങ്കിൽ ലേ ഔട്ട് വിഡ്ത്ത് മാച്ച് കൺസ്ട്രെയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് വിഡ്ത്ത് എടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഓരോ ബട്ടൺസും അതിന് ഞങ്ങൾക്ക് വേണമെങ്കിൽ മാച്ച് പാരന്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. എല്ലാത്തിനും കൺട്രോള് മൗസ് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ 3 സെലക്ട് ചെയ്തിട്ട് മാച്ച് പാരന്റ് കൊടുത്തു കഴിഞ്ഞാൽ 3 അപ്ലൈ ആവുന്നത്. ഇനി വേണമെങ്കിൽ ഇതിന് ജസ്റ്റ് ഒന്ന് മാർജിൻ കൊടുക്കാം. 32 16 മതി. 16 ഈ ഒരു മാർജിൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓരോ ബട്ടണിനും വേണമെങ്കിൽ ടോപ്പും ബോട്ടവും മാർജിൻ കൊടുക്കാം. അപ്പം അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടും. മാർജിൻ എന്ന് പറഞ്ഞിട്ട് ലേ ഔട്ട് മാർജിൻ, എന്നിട്ട് ഒരു 5 dp എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പും കൂടി മാർജിൻ കോമൺ ആയിട്ടുള്ള മാർജിൻ കൊടുക്കുന്നതിന് പകരം മാർജിൻ ടോപ്പും ബോട്ടവും കൊടുക്കാം. അപ്പം കാരണം ലെഫ്റ്റിൽ റൈറ്റിൽ ഞങ്ങൾക്ക് വേണ്ടല്ലോ. അപ്പോൾ 5 dp ടോപ്പിൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ബോട്ടമിൽ ഒരു 5 dp കൊടുക്കാം. ഓക്കെ, അപ്പം ഇത്രയായി. ഇനി ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് വ്യൂ ഇവിടെ വെച്ചിട്ട് ഹോം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇടാം. ഇതിന് ഹൊറിസോണ്ടലി പിന്നെ വേണമെങ്കിൽ ടോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു 32, പിന്നെ കണ്ടന്റ് 0 ഫുൾ വിട്ട് എടുത്തിക്കുന്ന രീതിയിൽ. എന്നിട്ട് ടെക്സ്റ്റ് സെൻറ്റർ കൊടുക്കുക, പിന്നെ ഓൾ ക്യാപ്സ് വേണമെങ്കിൽ കൊടുത്തിട്ട് കളർ ബ്ലാക്ക്, പിന്നെ ഫോണ്ടും കൂടെ ഒന്ന് കൊടുക്കുക. ഫോണ്ട് ഞങ്ങൾക്ക് എന്തായാലും ബട്ടൺസിലും കൊടുക്കണമല്ലോ. അപ്പം അതും ബട്ടൺസും കൂടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ എല്ലാത്തിനും ഒരുമിച്ച് അത് ഫോണ്ട് ഫാമിലി കൊടുക്കാം. പോപ്പിൻസ് ബോൾഡ്, അപ്പം എല്ലാത്തിനും ഒരുമിച്ച് ഫോണ്ട് വരും. ടെക്സ്റ്റ് ഇതിന് മാത്രം സൈസ് കൂട്ടിയാൽ മതി. ടെക്സ്റ്റ് സൈസ് 34. ഇതിൻ്റെ അകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ക്രെഡ് ആപ്പ്. ക്രെഡ് ആപ്പ് വേണമെങ്കിൽ ബോൾഡും കൂടെ കൊടുത്തേക്കാം. എന്നിട്ട് ഈ ബട്ടൺസിന് ഇഷ്യൂ വന്നത് ടെക്സ്റ്റ് വെക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഓരോത്തിനും ഐഡിയും ടെക്സ്റ്റും ഞാൻ കൊടുക്കാം. ID എന്ന് പറയുന്നത് ഇത് ക്രിയേറ്റ്
ക്രിയേറ്റ് ഈ ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ടെക്സ്റ്റിലും കൊടുക്കാം, ടെക്സ്റ്റ് ആട്രിബ്യൂട്ടിലും. ഓക്കെ, ഐ ഡി കൊടുത്ത് നെയിമും ക്രിയേറ്റും തന്നെ കൊടുക്കാം, ക്രിയേറ്റ്. പിന്നെ ഇതിന് ബട്ടൺ ടു എന്തായിരിക്കും? ക്രിയേറ്റ് അപ്ഡേറ്റ് അല്ലേ? അപ്ഡേറ്റ് അപ്ഡേറ്റ് ഇത് അപ്ഡേറ്റ് ഡിലീറ്റ് അല്ലേ? അതിന് ടെക്സ്റ്റും ഡിലീറ്റും തന്നെ ആക്കാം. ബട്ടൺ റീഡ് സ്മോ ലെറ്റർ ആക്കിയിട്ട് റീഡ്. അപ്പോൾ ഈ 4 ഓപ്പറേഷനാണല്ലോ ചെയ്യേണ്ടത് മെയിനായിട്ട് ക്രെഡിൽ. ഈ 4 ബട്ടൺ വെച്ചിട്ട് ഇവിടെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഓൺ ക്ലിക്ക് യൂസ് ചെയ്യാം എല്ലാത്തിനും, കാരണം അതായിരിക്കും സിമ്പിൾ. അതിന് മുമ്പ് ഈ ഹാർഡ് കോർ ടെക്സ്റ്റ് ഒക്കെ ഓൾട്ട് എൻ്റർ വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. ബാക്കി ബട്ടൺ ടു വൈഡ് എന്നൊക്കെ ഉള്ള എറർ അങ്ങനെ തന്നെ കിടക്കട്ടെ, അത് കുഴപ്പമില്ല. ഇത്രയും കഴിയുമ്പോൾ ഇനി ഞങ്ങൾക്ക് ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും ഓരോ ആക്ടിവിറ്റി വേണം. അപ്പോൾ ഇതിന് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി, അപ്ഡേറ്റ്, ഡിലീറ്റ്, റീഡ്, ആ 4 ആക്ടിവിറ്റി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഇവിടെ നിന്ന് ന്യൂ ആക്ടിവിറ്റി കൊടുത്തിട്ട് എംപ്റ്റി വ്യൂസ് ആക്ടിവിറ്റി, ഫസ്റ്റത്തെ ആക്ടിവിറ്റി റീഡ് ആക്ടിവിറ്റി എന്നായിരിക്കും. ആക്ടിവിറ്റി റീഡ്. ഓക്കെ, ആക്ടിവിറ്റി എംപ്റ്റി വ്യൂസ് ആക്ടിവിറ്റി അപ്ഡേറ്റ് ആക്ടിവിറ്റി അല്ലേ? ഓ യു ചെറുതായിപ്പോൾ അത് കുഴപ്പമില്ല. നെക്സ്റ്റ് അപ്ഡേറ്റ് കഴിഞ്ഞാൽ ഡിലീറ്റ്. ആക്ടിവിറ്റി ഡിലീറ്റ്, ന്യൂ ആക്ടിവിറ്റി എംപ്റ്റി വ്യൂസ് ആക്ടിവിറ്റി, ഇവിടെ റീഡ്. റീഡ് ഓൾറെഡി കൊടുത്ത്, റീഡ് ക്രിയേറ്റ് ആണല്ലോ കൊടുക്കേണ്ടത്. ക്രിയേറ്റ് ആക്ടിവിറ്റി. ഈ 4 ആക്ടിവിറ്റി ഞങ്ങളുടെ ആ ബട്ടണിൽ വേണ്ടാത്ത ആക്ടിവിറ്റി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഹോം കഴിഞ്ഞ് അപ്ഡേറ്റ് ഇപ്പോൾ വേണ്ട. പിന്നെ ക്രിയേറ്റ് ഇപ്പോൾ വേണ്ട. ഇപ്പോൾ വേണ്ടത് ഹോമിൻ്റെ ജാവയും ഹോമിൻ്റെ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഈ ബട്ടൺസിന് ഞങ്ങൾ എല്ലാ ആക്ടിവിറ്റി ഉണ്ടാക്കി, എന്നിട്ട് ഈ ബട്ടൺ നിൽക്കുമ്പോൾ അതിനുള്ള ആക്ടിവിറ്റി ലോഞ്ച് ചെയ്യണ്ട. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഓരോ ബട്ടണും ആദ്യം ഇമ്പോർട്ട് ചെയ്യണം, എന്ന് പറഞ്ഞാൽ കോഡിൻ്റെ അതിലോട്ട് കൊണ്ടുവരണമല്ലോ. ബട്ടൺ ക്രിയേറ്റ്, ബട്ടൺ ക്ലാസ് ഇമ്പോർട്ട് ചെയ്യണം. ക്രിയേറ്റ് അപ്ഡേറ്റ് ഡിലീറ്റ് റീഡ്. പബ്ലിക് ബട്ടൺ. ഇനി ഈ ഒരു സെക്ഷൻ കഴിയുമ്പോൾ അതിൻ്റെ ആ ബട്ടൺ ഇനിഷ്യലൈസേഷൻ. അപ്ഡേറ്റ് എനിക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല, ഓൾറെഡി ആ കീവേഡ് ഉള്ള പോലെ കാണിക്കണം. നോക്കാം. അപ്പോൾ ക്രിയേറ്റ് ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി r.id.create. ഇതേപോലെ തന്നെ റീഡിനും അപ്ഡേറ്റിനും വേണമല്ലോ. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ അപ്ഡേറ്റ്
ഇവിടെ എന്താണ് ഡിലീറ്റ് അല്ലേ? ഇവിടെ റീഡ്. അപ്പൊ എല്ലാം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഐ ഡി കറക്റ്റ് ആണെന്ന് നോക്കാൻ വേണ്ടി കൺട്രോളും ക്ലിക്കും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആക്ടിവിറ്റിയുടെ ആ ഐ ഡിയിലോട്ടേക്ക് പോകും. ഇതുണ്ട ക്രിയേറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് പോകും, കൺട്രോളും മൗസ് ക്ലിക്കും ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഈ എല്ലാ ആക്ടിവിറ്റിക്കും എല്ലാ ബട്ടൺസിനും ഈ ഓൺ ക്ലിക്ക് ലിസണർ വേണം. ഓൺ ക്ലിക്കിന്റെ കോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബട്ടന്റെ ആ ഒബ്ജക്റ്റ് ഡോട്ട് സെറ്റ് ചെയ്യണം, സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ. എന്നിട്ട് അതിൻ്റെ അകത്തൊരു ഒരു കോഡും. ഇതേപോലെ തന്നെ അപ്ഡേറ്റിനും ഡിലീറ്റിനും ചെയ്യണം, അല്ലെങ്കിൽ അതിൽ ഇൻറ്റന്റ് കൂടെ ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ ക്രിയേറ്റ് ബട്ടൺ നിൽക്കുമ്പോൾ ഒരു ഇൻറ്റന്റ് സ്റ്റാർട്ട് ചെയ്യണം. ആ ഇൻറ്റന്റ് ഏതിലോട്ടാ? ക്രിയേറ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകണം. അപ്പൊ ഇൻറ്റന്റിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ ഫ്രം ടു അങ്ങനെ ആയിരുന്നല്ലോ. അപ്പൊ ഇൻറ്റന്റ് ഈക്വൽ ടു ന്യൂ ഇൻറ്റന്റ് ഏതിന്ന് ഹോം ആക്ടിവിറ്റിന്ന് പോകണം. അപ്പൊ ഹോം ആക്ടിവിറ്റി ഡോട്ട് ദിസും പോകേണ്ടത് ഇവിടെ അല്ലേ, ഇതില്ല ക്രിയേറ്റ് ആക്ടിവിറ്റിയിൽ. ശരി, ക്രിയേറ്റ് ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ്. പിന്നെ ഇൻറ്റന്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് സ്റ്റാർട്ട് ആക്ടിവിറ്റി ഏതാണ് ഇൻറ്റന്റ് ഒബ്ജക്റ്റ് പാസ് ചെയ്ത് കൊടുത്താൽ മതി. അയ്യോ, അത് കഴിഞ്ഞിട്ട് ഫിനിഷ് കൊടുക്കുക. അല്ല, ഇവിടെ ഫിനിഷ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്ക് അടിക്കുമ്പോൾ തിരിച്ച് ഈ ഹോമിലോട്ട് വരണമല്ലോ. അതുകൊണ്ട് ഇവിടെ നേരത്തെ പോലെ തന്നെ ഫിനിഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്ക് ബട്ടൺ ഇപ്പൊ ക്രിയേറ്റിന്റെ ആ മെനുവിൽ, ക്രിയേറ്റിന്റെ ആ സ്ക്രീനിൽ പോയിട്ട് ഫോണിന്റെ ബാക്ക് ബട്ടൺ അടിക്കുമ്പോൾ തിരിച്ച് ഹോമിലോട്ട് വരണമല്ലോ. അതുകൊണ്ട് ഇതേപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് ഇവിടെ എല്ലാത്തിനും ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. റീഡിനും എല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ള ആക്ടിവിറ്റിയുടെ ഇൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ആ ഓരോ ആക്ടിവിറ്റിയിലും ഉള്ള ഫീച്ചേഴ്സ് അത് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഡാറ്റാബേസിന്റെ ഇത് വേണമല്ലോ. ഏതാണ് SQLite വെച്ച് ചെയ്യണമെങ്കിൽ അതിന്റെ ആ ഒരു എന്താ പറയണ മോഡൽ ഉണ്ടാക്കണമല്ലോ ഞങ്ങൾക്ക്. ആ ഡാറ്റാബേസിലുള്ള ടേബിളും അതിൽ ഇൻസേർഷൻ ഡിലീഷൻ അതിന്റെയൊക്കെ ഫങ്ഷൻസ് ഉണ്ടാക്കിയിട്ടൊരു ജാവ ക്ലാസ് വേണം. അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ടാക്കണം. ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഇടാം.